ഒരു കായൽ യാത്രക്കിടയിൽ ഒരു ആമ പെട്ടെന്ന് നിശ്ചലമായപ്പോൾ അവിടെ പിറന്നത് കേരളത്തിലെ ഏറ്റവും അപൂർവമായ ഒരു നാഗാരാധന കേന്ദ്രമാണ്. എറണാകുളം ഉദയംപേരൂരിലെ പ്രശസ്തമായ ആമയുടെ ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് ഭാർഗ്ഗവരാമനായ പരശുരാമൻ സന്ധ്യാവന്ദനത്തിനായി ഈ കായലിലിറങ്ങിയപ്പോൾ ദൂരെ ഒരു ദിവ്യപ്രകാശം കണ്ടു. അതന്വേഷിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ പ്രകൃതി പോലും വഴിമാറി. എന്നാൽ ഇത് കാരണം കായലിലൂടെ സപ്തമാതൃക്കളുമായി സഞ്ചരിച്ചിരുന്ന ഒരു ഭീമൻ ആമയുടെ യാത്ര തടസ്സപ്പെടുകയും അതവിടെ നിശ്ചലമാവുകയും ചെയ്തു. ആമ നിശ്ചലമായ ആ സ്ഥലം ആമ നിന്ന ഇടം എന്നറിയപ്പെടുന്നു. കാലാന്തരത്തിൽ അത് ലോപിച്ചാണ് ആമയുടെ എന്ന പേരുണ്ടായത്. തൻ്റെ യാത്ര തടസ്സത്തിന് പരിഹാരമായി പരശുരാമൻ ഇവിടെ സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ശ്രീകോവിലിൽ സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയും വാഴുന്ന ഇവിടെ വടക്ക് പടിഞ്ഞാറെ നാഗരാജാവും നാഗയക്ഷിയും കുടികൊള്ളുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംരക്ഷിക്കാൻ കഴിയാതെ പോയ സർപ്പക്കാവുകളിലെ നാഗങ്ങളെ ആവാഹിച്ചിരുത്തുന്ന അപൂർവ പുണ്യസങ്കേതം കൂടിയാണിത്. സർപ്പദോഷങ്ങൾ അകറ്റാനും മനസമാധാനത്തിനുമായി ആയിരങ്ങൾ എത്തുന്ന ഈ പുണ്യഭൂമി നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ?